സ്കൂൾ ഗ്രൂപ്പിൻ്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹപാഠികളെ, സഹോദരന്മാർ, എന്തുകൊണ്ടും ഒരുപാട് ആളുകളെ സംബന്ധിച്ച് വലിയ ആശ്വാസമായ ഒരിടമാണ് ഈ ഗ്രൂപ്പ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടാവുമെന്ന് എനിക്ക് തോന്നി. ഒരുപക്ഷെ ജീവിതത്തിൽ ഇന്നേ വരെ നൃത്തം ചെയ്തിട്ടില്ലാത്തവർ ഇവിടെ നൃത്തം ചെയ്യുകയാണ്. ജീവിതത്തിൽ ഇന്നേ വരെ ഒരു വേദിയിലും പാട്ട് പാടിയിട്ടില്ലാത്തവർ ഇന്നിവിടെ പാട്ട് പാടുകയാണ്. ഒരുപക്ഷെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ എന്നും ഓർമ്മിക്കാൻ പറ്റാവുന്ന നിമിഷങ്ങളാണ് ഈ ഗ്രൂപ്പിൻ്റെ കൂട്ടായ്മയിലൂടെ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് എന്നതും യാഥാർത്ഥ്യമാണ്. ഞാൻ ഏറെയൊന്നും പറയുന്നില്ല. ഈ ആശ്വാസ തീരത്തെ എവിടം വരെയും കൊണ്ടുപോകാൻ സാധിക്കുമോ അവിടം വരെയും എത്തിക്കാൻ നമുക്ക് സാധിക്കും. നമ്മളിതിൽ നന്ദി പറയേണ്ടത് ഈ ഗ്രൂപ്പ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ഒരു പോറലും ഏൽക്കാതെ മുന്നോട്ടേക്ക് തന്നെ പോകണേ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ മനസ്സാണ് നമ്മുടെ കരുത്ത്, അവരുടെ ആ ആഗ്രഹമാണ് ഈ ഗ്രൂപ്പിന്റെ കരുത്ത്. ഒരു സെക്രട്ടറിയോ പ്രസിഡന്റോ ഭാരവാഹികളോ ഉണ്ടായാൽ മാത്രം ഒരു ഗ്രൂപ്പിനെ കൊണ്ടുപോകാൻ കഴിയില്ല. ഇത് നിലനിൽക്കണം, ഇതിനൊരു വിഷമം ഉണ്ടാവരുത്, ഇതിനൊരു അസ്വസ്ഥത ഉണ്ടാവരുത് എന്നാഗ്രഹിക്കുന്ന ഒരുപാട് കൂട്ടുകാർ നമുക്കിടയിലുണ്ട്. അവരാണ് ഈ ഗ്രൂപ്പിന്റെ അസറ്റ്. തീർച്ചയായും ഒരു വിഷമവുമില്ലാതെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. പല നിറക്കാരാണ്, പല പ്രത്യയശാസ്ത്രങ്ങൾ മുറുകെ പിടിക്കുന്നവരാണ്, മതങ്ങൾ വേറെയാണ്, വിശ്വാസങ്ങൾ വേറെയാണ്, നമ്മുടെ എല്ലാം സ്വഭാവം വേറെയാണ്, താല്പര്യം വേറെയാണ്. എൻ്റെ ഇഷ്ടം മറ്റുള്ളവരുടെ ഇഷ്ടമാവണം എന്ന് നമ്മൾ വാശി പിടിക്കരുത്. എൻ്റെ ഇഷ്ടം മാത്രമാണ് നല്ലത് എന്ന് നമ്മൾ വാശി പിടിക്കരുത്. എല്ലാവരുടെയും ഉൾക്കൊള്ളാം, എല്ലാവരെയും ഉൾക്കൊള്ളാം, എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ഈ ഗ്രൂപ്പിന് സാധിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഒരു ഭാരവാഹി എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ വ്യക്തിപരമായ ഒരു താല്പര്യവും ഈ ഗ്രൂപ്പിൽ ഒരാളുടെയും മേലെ അടിച്ചേൽപ്പിക്കില്ല എന്ന ഉറച്ച വിശ്വാസവും ബോധ്യവും തീരുമാനവും എൻ്റെ മനസ്സിലുണ്ട്. ഒന്നും മറ്റുള്ളവരെ എല്ലാം കൂട്ടിയോജിപ്പിക്കാൻ കഴിയുന്ന ചിന്തയെ എന്നിലുണ്ടാവും. ഈ ഗ്രൂപ്പിന്റെ ഭാഗമായി ഒരു 5 നയാ പൈസ ഇതിൽ നിന്നും ഇറങ്ങി പോകുമ്പോൾ എൻ്റെ കൈവളയിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പും ഒരു ഭാരവാഹി എന്നുള്ള നിലക്ക് ഞാൻ നിങ്ങളുടെ മുമ്പ് പറയാം. എല്ലാവരും അങ്ങനെയാണ്, ഇതിന്റെ എല്ലാ ഭാരവാഹികളും അങ്ങനെ. എന്തെല്ലാം തിരക്കുകളും എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളും മാറ്റിവെച്ചുകൊണ്ടാണ് ഇവരെല്ലാം ഇത്ര വലിയ ഒരു എഫേർട്ട് എടുത്തിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പകലില്ലാതെ ഇതിനു വേണ്ടി ഓടി നടക്കുന്നു. എല്ലാവരും കാണുന്നുണ്ട്, എല്ലാവരും അറിയുന്നു. ഇതിന്റെ സ്പിരിറ്റ് കാത്തു സൂക്ഷിക്കാൻ നമുക്കെല്ലാം ആവട്ടെ, നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകണം. അതിന് നിങ്ങളെല്ലാം കൂടെ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും ഈ പരിപാടിക്ക് അർപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. അടുത്തത് MP ഉദയപ്രകാശാണ്. അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, നമുക്കറിയാലോ, ഒരു ഗ്രൂപ്പാകുമ്പോൾ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസവും ചർച്ചകളൊക്കെ ഉണ്ടാവും. അത്തരമൊരു ഘട്ടത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കാൻ വേണ്ടി കഴിയും. ഒരു ക്രൈസിസ് മാനേജ്മെന്റ്, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇടപെടാൻ വേണ്ടി അത് ഏറ്റവും സമർത്ഥമായി കൈകാര്യം ഒരു ഭാരവാഹിയാണ് ശ്രീ ഉദയപ്രകാശ്. ഒരു പ്രശ്നം പഠിക്കാൻ നിഷ്പക്ഷമായി വളരെ സമർത്ഥമായിട്ടാണ് അദ്ദേഹം ഇടപെട്ടത്. അതിന്റെ ഭാഗത്ത് ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ ഈ ചെറുതകളും പ്രൗഢമായ ഗ്രൂപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തെ കുറിച്ച് വലിയ ഒരു മറിച്ചായ നേട്ടമായിട്ടാണ് അദ്ദേഹത്തെ നമുക്ക് ക്രൈസ്റ്റ് മേഖലയിലെ ഒരു നേതാവിനെ കിട്ടിയത്. അവരുടെ സാമ്പത്തിക കമ്മിറ്റി ഒരു പ്രയാസമായിട്ട് ഇതൊക്കെ നടത്തുക. ഞങ്ങൾ ആദ്യമൊക്കെ പരിശീലനെ കൊണ്ട് ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി വിചാരിച്ചു. ഉദയപ്രകാശ് പറഞ്ഞു, വേണ്ട, പൈസ തരുമെന്നറിയില്ല, പരിശീലനം 10,000 രൂപ കൊടുത്ത് നമുക്ക് പരിപാടി നടത്തുന്നുണ്ടാവില്ല. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ നമുക്ക് പരിശീലനം, നമ്മളെ കൊടുത്തുള്ള പരിശീലനം ചെറിയ പൈസ കൊടുത്ത് തീരുമാനിച്ചു. അങ്ങനെ ഒരുപാട് അഭിപ്രായം ചെയ്തുകൊണ്ട് ഈ പരിപാടിയെ ഭംഗിയാക്കാൻ വേണ്ടി ക്രൈസിസ് മേഖലയിൽ ചെയ്ത ഒരു മാന്യ സുഹൃത്താണ്, നമ്മുടെ സഹപാഠിയാണ് ഉദയപ്രകാശ്. അദ്ദേഹത്തെ ആശംസ നേരാൻ വേണ്ടി ക്ഷണിക്കുകയാണ്.